നല്ലത് ചെയ്താൽ നല്ലത് എന്ന് തന്നെ പറയണം, അത് ആരായാലും. ഇതിനിപ്പോ എന്താ കുഴപ്പം? ഒരു റീൽ എടുത്തതിനാണോ ഇത്രയും പുകില്? തിരുവല്ല നഗരസഭാ ഓഫീസിനുള്ളിൽ ചിത്രീകരിച്ച റീല് ഇത്തിരി ചൂട് പിടിച്ചിരിക്കുന്നു. സംഗതി നടപടിയായെന്ന് CS രാജേഷിന്റെ പോസ്റ്റിലും പറയുന്നു. നമുക്ക് ആദ്യം ആ റീലൊന്ന് കണ്ടു നോക്കാം. താഴ്വാരങ്ങൾ പാടുമ്പോൾ താമരവട്ടം തളരുമ്പോൾ തിരുവല്ല നഗരസഭയിലെ 8 ജീവനക്കാർ ചേർന്ന് ഓഫീസിൽ വെച്ച് ചിത്രീകരിച്ച ഒരു റീലാണിത്. ഇതിനെതിരെ ഈ ജീവനക്കാർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. റവന്യൂ വിഭാഗത്തിലെ വനിതകൾ അടക്കമുള്ള ജീവനക്കാർക്കാണ് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് അയച്ചത്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കർശനമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ജോലി സമയത്ത് ഓഫീസിൽ റീൽസ് ചിത്രീകരിച്ചു, ഇതിനായി ഓഫീസ് സംവിധാനം ദുരുപയോഗം ചെയ്തു, ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് പൊതുസമൂഹത്തിൽ നഗരസഭയ്ക്കും ജീവനക്കാർക്കും എതിരായ വികാരമുണ്ടാകാൻ കാരണമായി എന്നീ കാരണങ്ങളാണ് നോട്ടീസിലുള്ളത്. 3 ദിവസത്തിനുള്ളിൽ തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ കേരള സിവിൽ സർവീസ് ചട്ടമനുസരിച്ചും മുനിസിപ്പൽ ആക്ട് പ്രകാരവുമുള്ള ശിക്ഷാ നടപടിയിലേക്ക് കടക്കുമെന്നും നോട്ടീസിൽ വ്യക്തമായി പറയുന്നുണ്ട്. ജീവനക്കാർ ആരും ഇതുവരെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. റീൽസ് ചിത്രീകരിച്ചത് നഗരസഭയിലെ ജീവനക്കാരനാണ്, എന്നാൽ ഇത് ആരാണെന്ന് വ്യക്തമല്ല. ദേവദൂതൻ എന്ന സിനിമയിലെ ഗാനത്തിന്റെ പശ്ചാത്തലത്തിലെടുത്ത റീല് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു. വീഡിയോയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് വരുന്നത്. എന്തിനാണ് ഇങ്ങനെയൊരു നോട്ടീസ് എന്നാണ് പലരുടെയും ചോദ്യം. ഇടയ്ക്കേതോ ഹോസ്പിറ്റലിലെ 2 ഡോക്ടേഴ്സ് ഡാൻസ് കളിക്കുന്ന റീല് പുറത്തു വന്നപ്പോൾ നന്നായി ആഘോഷിച്ചിരുന്നല്ലോ. അപ്പോ ഇത് മാത്രം എന്താ നടപടിയിലേക്കൊക്കെ പോകുന്നത് എന്നാണ് ചിലരുടെ സംശയം. ശരിയല്ലേ? ഔദ്യോഗികമായി ജോലി ചെയ്യേണ്ട സമയത്ത് റീൽസ് ചെയ്തു എന്നതാണ് പ്രശ്നമെങ്കിൽ അതിൽ ന്യായമുണ്ട്, ശരിയാണ്. എങ്കിലും ഈ റീല് അസലായിട്ടുണ്ട്, അഭിനന്ദിക്കാതെ വയ്യ. നടപടി ഉണ്ടായാൽ അനൗദ്യോഗിക സമയത്ത് ഇതിലും നന്നായി റീൽ ചെയ്ത് ഇവർ പ്രതികരിക്കണം. ഓഫീസ് സമയം ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത് എന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. നേരെ മറിച്ച് ഓഫീസ് സമയത്തല്ല ചെയ്തതെങ്കിൽ വിഷയം ആക്കേണ്ടതുമില്ല. അവരുടെ ഒരു ആഹ്ലാദവേള എന്നും നമുക്കും സന്തോഷിക്കാം.